അത് മറക്കണ്ട കേട്ടല്ലോ. രഘു എങ്ങോട്ടെങ്കിലും പോകാനിറങ്ങിയതാണോ? അതെ അങ്കിളെ, രഘുവേട്ടൻ ഇപ്പോ ഓൺലൈൻ ആപ്പ് വഴി വണ്ടി ഓടിക്കൊണ്ടിരിക്കുവാണല്ലോ, അതിനുവേണ്ടി ഇറങ്ങിയതാ. ആഹാ, നല്ല ഏർപ്പാടാണല്ലോ. എങ്ങനെ ഓട്ടോ ഒക്കെ ഉണ്ടോ? ആ, കുഴപ്പമില്ലെങ്കിൽ. ഇപ്പോ ഫോണിലൊരു ഓർഡർ വന്ന് കിടക്ക. അപ്പോഴാ അങ്കിളും ഇന്ദ്രനും വന്നേ. നിങ്ങൾ കയറിയിരിക്കെ, അച്ഛൻ അമ്പലത്തിൽ പോയത് ഇപ്പൊ വരുമായിരിക്കും. അച്ഛനെ ഞങ്ങൾ വഴിവെച്ച് കണ്ടായിരുന്നു. രഘുവിനെയും അമ്പളയും കാണാനാ ഞങ്ങൾ ഇങ്ങോട്ട് വന്നേ. ഞങ്ങളെ കാണാനോ? എന്താ ഇത്ര കാര്യം? അത് ഞങ്ങള് ഈ മുറ്റത്ത് നിന്ന് തന്നെ പറയണം. അത് ശരി, വീട്ടിൽ വരുന്നോണ്ട് ഇരിക്കാൻ വരാനുള്ള മര്യാദ പോലും നിങ്ങൾ മറന്നോ? അയ്യോ, ഞാൻ പെട്ടെന്ന് ഓർത്തില്ല. ഞാൻ ചുമ്മാ കയറിയിരിക്കെങ്കിൽ വായിന്ദ്ര. രഘുവേട്ടൻ ജോലിക്ക് പോകാൻ ഇറങ്ങിയതുകൊണ്ടാ. അല്ലെങ്കിൽ തന്നെ അങ്കിളിനും ഇന്ദ്രനും ഈ വീട്ടിൽ കയറി ഇരിക്കാൻ ആരെങ്കിലും പറയണോ? വായിന്ദ്ര. ഇരിക്കെങ്കിൽ ഇവിടെ ചീരും തേയൊക്കെ ഉണ്ട്. രഘു ജോലിക്ക് ഇറങ്ങിയതല്ലേ അമ്പളി? അപ്പോ അവനോടും നിന്നോടും സംസാരിച്ച ശേഷം ഞങ്ങളകത്തേക്ക് പോ. ഇരിക്കും രഘു. അനുവിന്റെ ഷോപ്പിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. പഴയ കരാറ് തന്നെ. അനുവിന് ഞാൻ 25 ലക്ഷം രൂപ നൽകുക. ആ 25 ലക്ഷം രഘുവിനും അമ്പിളിക്കും തരാനാ അനു പറഞ്ഞത്. ഞങ്ങൾ ആ ചെക്ക് നിങ്ങളെ ഏൽപ്പിക്കാനാ വന്നത്. അമ്പിളി, നിനക്ക് ഇപ്പോഴും വിശ്വാസമായില്ലേ? അണ്ണനെ കണ്ടപ്പോ അണ്ണനും പറഞ്ഞത് ചെക്ക് നിങ്ങളെ നേരിട്ട് ഏൽപ്പിക്കാനാ. എനിക്ക് വിശ്വാസക്കുറവൊന്നും ഇല്ലെങ്കിലേ. ഇനി അനുവും നിങ്ങളും ഒക്കെ ഞങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുമ്പോ അത് കൃത്യതയോടെ ചെയ്യുമെന്നും എനിക്കറിയാം. എന്നാ പിന്നെ രണ്ടാളും ഐശ്വര്യമായിട്ട് ആ ചെക്കങ്ങ് വാങ്ങിച്ചു.